അപ്പോൾ വരും മക്കളെ, സ്റ്റഡി ടേബിളിലേക്ക് എല്ലാവരും വരൂ. സ്റ്റഡി ടേബിൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററിൽ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ചില ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. 10ാം ക്ലാസ്സിലെ 4th ചാപ്റ്റർ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട ചില ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതും തന്നെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ പുതിയ സിലബസിലെ പുതിയ പാറ്റേൺ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. കാരണം പരീക്ഷയുടെ രീതികൾ മാറിയിട്ടുണ്ട്, ചോദ്യങ്ങളുടെ രീതികൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ രീതി, പുതിയ മോഡൽ ചോദ്യങ്ങൾ പരിചയപ്പെടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ പരീക്ഷ ചോദ്യപേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ വളരെ കോൺഫിഡൻസോട് കൂടെ യാതൊരു പ്രശ്നവും ഇല്ലാതെ, സംശയങ്ങളൊന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് പോകും കേട്ടോ. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം, ഇതൊരു പ്രസ്താവന, കാരണം എന്നിങ്ങനെ, അതായത് 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും, ഒരു പ്രസ്താവന ഉണ്ടാവും, അതിൻ്റെ ഒരു റീസൺ താഴെ കൊടുക്കും. അപ്പോൾ പ്രസ്താവനയും റീസണും വായിച്ച് കൃത്യമായി താഴെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണം വേണ്ടത്. മക്കളെ, യൂട്യൂബ് ചാനൽ, നമ്മുടെ സ്റ്റഡി ടേബിൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ്സിലേക്ക് കടക്കുക. എന്താണ് പ്രസ്താവന? 1 ATM മർദ്ദത്തിൽ 44 ലിറ്റർ വ്യാപ്തമുള്ള വാതകം 4 ATM മർദ്ദത്തിൽ 11 ലിറ്റർ ആയി ചുരുങ്ങുന്നു. ഇതാണ് പ്രസ്താവന കേട്ടോ. അതായത് ആദ്യത്തെ മർദ്ദം P1 1 ATM ആണ്, 1 ATM ആണ്. ആദ്യത്തെ വ്യാപ്തം V1 44 ലിറ്റർ ആണ്. അപ്പോൾ ആദ്യത്തെ മർദ്ദവും ആദ്യത്തെ വ്യാപ്തവും പറഞ്ഞു അറിയാലോ. അതായത് ATM എന്ന യൂണിറ്റ് അല്ലേ, അന്തരീക്ഷ മർദ്ദം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന യൂണിറ്റ് ആണെങ്കിൽ മർദ്ദമായിരിക്കും. ലിറ്റർ, മില്ലി എന്നൊക്കെ തരുന്ന ആരായിരിക്കും? അത് വ്യാപ്തം V1 ആണ്. എങ്കിൽ നമ്മൾ അതിനെ മാറ്റി കേട്ടോ. രണ്ടാമത്തെ മർദ്ദവും തന്നു P2 4 ATM ആണ്. രണ്ടാമത്തെ വ്യാപ്തം V2 തന്നു 11 ലിറ്റർ ആണ്. ഇത് തന്നിട്ട് അതിൽ കാരണം പറയാണ്, ബോയിൽ നിയമപ്രകാരം P1 V1 = P2 V2. ശരിയല്ല മക്കളെ? അതായത് ഇവിടെയുള്ള P1 ഉം V1 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേ. P1 1, V2 44. 1 × 44 എത്രയാടാ? ഇവിടെ P1 × V1 = 1 × 44 ആണ്. സോ ആൻസർ 44 ആണ് അല്ലേ? ഇനി P2 എത്രയാണ്? 4 ATM. P2 എത്രയാണ്? 4 ATM. V2 എത്രയാണ്? 11. അപ്പോൾ P2 V2 എന്ന് പറഞ്ഞാൽ 4 × 11 സമം, അപ്പോഴും ആൻസർ എത്രയാണ്? 44. ഓക്കെ, നിങ്ങൾ P1 V1 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ചപ്പോഴും P2 V2 തമ്മിൽ ഗുണിച്ചപ്പോഴും ആൻസർ എത്ര കിട്ടി? 44 കിട്ടി. അതായത് P1 V1 സമം തന്നെയാണ് എന്ത്? P2 V2. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മർദ്ദം മാറ്റിയപ്പോൾ വ്യാപ്തവും മാറി. എങ്ങനെയാണെങ്കിലും ആദ്യമുള്ള മർദ്ദവും വ്യാപ്തവും തമ്മിൽ ഗുണിച്ചാലും പിന്നെയുള്ള മർദ്ദവും വ്യാപ്തവും തമ്മിൽ ഗുണിച്ചാലും ഈക്വൽ ആയിരിക്കും. അതാണ് P1 V1 = P2 V2 എന്ന് പറയുന്നത്. ബോയിലിനെ പ്രകാരം ഇത് ശരിയാണ് അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രസ്താവന, ഈ പ്രസ്താവന കറക്റ്റാണ്, ഈ കാരണവും ശരിയാണ്. മാത്രമല്ല ഈ പ്രസ്താവനക്കുള്ള കൃത്യമായ വിശദീകരണമാണെന്ത്? ഈ കാരണം ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇവർ തമ്മിൽ ഗുണിച്ചാലും P1 യൂണിറ്റ് ഗുണിച്ചാലും P2 V2 തമ്മിൽ ഗുണിച്ചാലും സെയിം ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ A, R എന്നിവ ശരിയാണ്. R ആണ് എയുടെ ശരിയായ വിശദീകരണം. ഓക്കെ, കറക്റ്റ് ആണല്ലോ. അപ്പോൾ A ആണ് ആൻസർ കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്ഥിരമർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് എന്നാണ്, ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് ചുവടെ ഗ്രാഫിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. മർദ്ദം സ്ഥിരമാണ്. സ്ഥിരമർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം അല്ല മക്കളെ? മർദ്ദം സ്ഥിരമാണെന്ന് പറയുമ്പോൾ തന്നെ, മർദ്ദത്തിൽ മാറ്റം വരുത്തുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട വാതക നിയമം ഏതാണ്? ചാൾസ് നിയമമാണ് അല്ലേ? ചാൾസ് നിയമത്തിൽ വ്യാപ്തവും താപനിലയും നേരനുപാതത്തിലല്ലേ? നേരനുപാതം എന്ന് പറയുമ്പോൾ എന്താ മക്കളെ അർത്ഥം? ഒന്ന് കൂട്ടുമ്പോൾ മറ്റേതും കൂടും അല്ലേ? താപനില കുറച്ചാൽ വ്യാപ്തവും കുറയും, താപനില കൂട്ടിയാൽ വ്യാപ്തവും കൂടും. അതുകൊണ്ടല്ല ഗ്രാഫ് ഇങ്ങനെ തന്നത് അല്ലെ? ഗ്രാഫിന്റെ എക്സ് അക്ഷത്തിൽ താപനിലയും Y അക്ഷത്തിൽ വ്യാപ്തവും എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ താപനില ഇങ്ങനെ കൂടുന്നതനുസരിച്ച് വ്യാപ്തവും ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വന്നാൽ അതിനർത്ഥം അതെന്താണ്? നേർ അനുപാതം എന്നാണ്. താപനിലയും വ്യാപ്തവും നേരനുപാതം എന്ന് പറഞ്ഞാൽ താപനില കൂട്ടിയാൽ വ്യാപ്തവും കൂടുമെന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇനി ഗ്രാഫ്, ഏതെങ്കിലും ഗ്രാഫ് ഇങ്ങനെ കൊടുത്താൽ എന്താ കുട്ടികൾ സൂചിപ്പിക്കണം? ഗ്രാഫ് ഇങ്ങനെ കൊടുത്താൽ എന്താ? ഗ്രാഫ് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ അത് വിപരീത അനുപാതമാണ്. എന്തനുപാതമാണ്? വിപരീത അനുപാതം. നമ്മൾ ബോയിൽ നിയമത്തിൽ പഠിക്കുന്നില്ലേ?
എന്ത് മർദ്ദവും വ്യാപ്തവും എന്താണ് വിപരീത അനുപാതമാണ്. വിപരീത അനുപാതം പറയുമ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരിക. ഇനി ഗ്രാഫ് ഇങ്ങനെ കൊടുത്തെന്ന മക്കളെ, ഗ്രാഫ് ഇങ്ങനെ നേരെ പോയാലോ അതെന്താണ് സ്ഥിരമാണ്, കോൺസ്റ്റന്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരിക, മാറ്റമില്ലാതെ തുടരുക അല്ലേ. ഇപ്പോൾ ബോയിലെ പ്രകാരം പി വി എന്താണ് സ്ഥിരസംഖ്യ അല്ലേ. അപ്പോൾ ഒരു ഭാഗത്ത് പി വി എടുത്തു കഴിഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെ കിട്ടും ബോയിലെ പ്രകാരം. അതുപോലെ ചാൾസ് നിയമപ്രകാരം വി ബൈ ടി സ്ഥിരസംഖ്യ അല്ലേ. അപ്പോൾ വി ബൈ ടി ഒരു ഭാഗത്ത് എടുത്താൽ ചാൾസ് നിയമപ്രകാരം എങ്ങനെ കിട്ടും? അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കട്ടാ. നേരനുപാതം എന്ന് പറയുമ്പോൾ വി ബൈ ടി ആണ് വരിക, വി ബൈ ടി. കാരണം വിയും ടിയും നേരനുപാതമാണ്. അവഗാഡ്രോ നിയമപ്രകാരം വിയും എന്നും നേരനുപാതമല്ലേ. എൻ എന്ന് പറഞ്ഞാൽ മോളുകളുടെ എണ്ണം അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണം. അപ്പോൾ അവിടെ എന്താ പറയുക, വി ബൈ എൻ സ്ഥിരസംഖ്യയാണ്. എന്നാൽ വിപരീതമാകുമ്പോഴാണ് പി ഇൻറ്റു വി എന്ന് വരിക കേട്ടോ. പി ഇൻറ്റു വി സ്ഥിരസംഖ്യയാണ്. കാരണം പിയും വിയും വിപരീത അനുപാതമാണ്. വിയും ടിയും എന്താണ് നേരനുപാതമാണ്. അപ്പോൾ വി ബൈ ടി ആണ് സ്ഥിരസംഖ്യ. വിയും എന്നും നേരനുപാതമാണ്. അപ്പോൾ വി ബൈ എൻ ആണ് സ്ഥിരസംഖ്യ. അപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് കൂടുമ്പോൾ അടുത്തതും കൂടുന്നതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇത് ഏത് നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? അതാണ് ചോദ്യം. ചോദ്യം ഏത് വാതകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താപനില കൂടുമ്പോൾ വ്യാപ്തവും കൂടുന്നു. ഇത്ര ഏതാ കുട്ടികളെ? ഏതാണ്? ചാൾസ് നിയമമാണ്. അടുത്ത ചോദ്യം നോക്കണേ. 300 കെൽവിനിൽ ഈ വാതകത്തിന്റെ വ്യാപ്തം 150 ലിറ്ററാണ്. താപനില 300 കെൽവിൻ ആണ്. അപ്പോൾ വ്യാപ്തി എത്രയാണ്? 150 ആണ്. എങ്കിൽ താപനില 600 K ആക്കിയാൽ ഈ വാതകത്തിന്റെ വ്യാപ്തം എത്രയാവും? മക്കളെ ഈ ചോദ്യം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നോക്കട്ടാ. അതായത് താപനില നേരെ ഇരട്ടിയാക്കിയല്ലോ. 300 കെൽവിന് പകരം എത്രയാക്കി? 600 കെൽവിൻ ആക്കി. താപനില ഇരട്ടിയാക്കി. താപനില ഇരട്ടിയാക്കി കഴിഞ്ഞാൽ എടാ വ്യാപ്തവും താപനില തമ്മിലുള്ള ബന്ധം എന്താ? വ്യാപ്തവും താപനില തമ്മിലുള്ള ബന്ധം താപനില കൂട്ടിയ വ്യാപ്തവും കൂടണം, അപ്പോഴല്ലേ നേരനുപാതമാവുള്ളൂ. അപ്പൊ ഇവിടെ താപനില ഇരട്ടിയാക്കിയാൽ അതേപോലെ വ്യാപ്തവും എന്താവണം? ഇരട്ടിയാവണം. അപ്പൊ 150 ലിറ്റർ, 150 പ്ലസ് 150 എത്രയാണ്? 300 ലിറ്റർ എന്ന ആൻസർ വരും. ഓക്കെ. അപ്പോൾ ഈ ചോദ്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരീക്ഷയ്ക്ക് 1 മാർക്കൊക്കെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മനക്കണക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ ഇക്വേഷനിലേക്ക് കൊടുക്കണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, ഇങ്ങനെ നേരിട്ട് ആലോചിച്ചാൽ കിട്ടൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സമവാക്യം കൊടുക്കാട്ടോ. ഇങ്ങനെ ഇവിടെ ആദ്യത്തെ T1 കൊടുത്തിട്ടുണ്ട്, ഇവിടെ ആദ്യത്തെ V1 150 ലിറ്റർ, ഇവിടെ രണ്ടാമത്തെ T2 600, എന്നിട്ട് എന്താ കാണാൻ പറഞ്ഞത്? V2 ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ V1 ബൈ T1 ഈസ് ഈക്വൽ ടു V2 ബൈ T2 എന്ന സമവാക്യം എടുത്ത് അതിൽ വാല്യൂ കൊടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനക്കണക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ മാർക്കിന് അടിസ്ഥാനത്തിൽ അത് ആ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. സ്ഥിര താപനിലയിലും മർദ്ദത്തിലും മക്കളെ, മർദ്ദവും താപനിലയും സ്ഥിരമാണ്. മർദ്ദവും താപനിലയും സ്ഥിരമാവുമ്പോൾ അത് ഏത് വാതക നിയമമാടാ? അവഗാഡ്രോ നിയമമാണ് അല്ലേ. മർദ്ദം മാത്രമാണ് സ്ഥിരമെങ്കിൽ എന്താണ്? ചാൾസ് നിയമമാണ്. താപനില മാത്രമാണ് സ്ഥിരമെങ്കിൽ അതേതാണ്? ബോയിൽ നിയമമാണ്. മർദ്ദവും താപനിലയും സ്ഥിരമായാൽ അപ്പൊ തന്നെ ഓർക്കുക അത് എന്ത് നിയമമാണ്? അവഗാഡ്രോ നിയമമാണ്. ഓക്കെ. 10 ലിറ്റർ ഓക്സിജൻ, എത്രയുടെ ഓക്സിജൻ അളവ് തന്നത്? 10 ലിറ്റർ ഓക്സിജൻ. ഓക്കെ. ആ 10 ലിറ്റർ ഓക്സിജനിൽ എക്സ് തന്മാത്രകളുണ്ട്. 10 ലിറ്റർ ഓക്സിജനിൽ എക്സ് തന്മാത്ര അടങ്ങിയിരിക്കുന്നു. ഇനി ഇതേ താപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന മറ്റു വാതക സാമ്പിളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് ചോദ്യം. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് അവഗാഡ്രോ നിയമപ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് മക്കളെ, സ്ഥിരമർദ്ദത്തിലും താപനിലയുമാണെങ്കിൽ തുല്യ വ്യാപ്തം ഏതു വാതകത്തിലും അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണവും തുല്യമായിരിക്കും. അങ്ങനെ പ്രസ്താവന ഇല്ലേ അവഗാഡ്രോ നിയമത്തിൽ? എങ്ങനെ? എന്താണ്? സ്ഥിരമർദ്ദവും താപനിലയും സ്ഥിരമായിരിക്കുമ്പോൾ തുല്യവ്യാപ്തം ഏതു വാതകത്തിലും അടങ്ങിയിരിക്കുന്ന തന്മാത്ര എണ്ണവും തുല്യവും എന്ന് പറഞ്ഞ മക്കളെ, 10 ലിറ്റർ ഓക്സിജനിൽ എക്സ് തന്മാത്ര ഉണ്ട് എന്ന് പറഞ്ഞാൽ 10 ലിറ്റർ ഓക്സിജൻ എന്നല്ല, 10 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താലും 10 ലിറ്റർ ഹൈഡ്രജൻ എടുത്താലും 10 ലിറ്റർ അമോണിയ എടുത്താലും അവഗാഡ്രോ നിയമപ്രകാരം സ്ഥിര താപനിലയിലും മർദ്ദവുമാണ് എങ്കിൽ 10 ലിറ്റർ ഏത് വാതകം എടുത്താലും അതിൽ എത്ര തന്മാത്ര ഉണ്ടാവുള്ളൂ? എക്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനി നമ്മൾ ഇവർ പറയുന്ന ചോദ്യത്തിലേക്ക് പോകട്ടോ. ചോദ്യം എന്താണ്? 10 ലിറ്ററിന് പകരം നമ്മൾ 5 ലിറ്റർ എടുക്കുകയാണ്. 10 ലിറ്ററിന് പകരം 5 ലിറ്റർ എന്ന് പറഞ്ഞാൽ 10 ലിറ്ററിന്റെ പകുതി അല്ലടാ, 10 ലിറ്റർ ഉള്ളൂ, അതിന്റെ പകുതിയാണ് എന്ത്? 5 ലിറ്റർ. 5 ലിറ്റർ ഹൈഡ്രജൻ. വാതകം ഏതായാലും നമ്മൾ മൈൻഡ് ചെയ്യേണ്ടേ വേണ്ട അല്ലെ, തീരെ മൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വാതകം ഏതാക്കിയാലും നമുക്ക് വേണ്ടത് വ്യാപ്തി എത്ര ഉണ്ട് നോക്കേണ്ട ആവശ്യമുള്ളൂ. 10ന് പകരം 5 ലിറ്റർ ആക്കിയാൽ തന്മാത്രകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം അല്ലേ. 10 ലിറ്റർ ആകുമ്പോൾ തന്മാത്ര എണ്ണം എക്സ്. അപ്പോൾ ആ
വാതകത്തിന്റെ വ്യാപ്തം 10ന്റെ നേരെ പകുതിയാക്കിയിട്ടുള്ളൂ. 5 ലിറ്ററേ ഇപ്പൊ വ്യാപ്തമുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? തന്മാത്ര എണ്ണവും പകുതിയാവണ്ടേ? തന്മാത്ര എത്ര അവിടെ? x/2 ആയി മാറും. എത്രയാണ്? x/2. അടുത്തത് 3x CO2 തന്മാത്ര. മക്കളെ എക്സിന് പകരം എത്ര എടുത്തടാ? 3x. എക്സിന് പകരം എക്സിനെ 3 കൊണ്ട് ഗുണിച്ചിട്ടോ, എക്സിനെ 3 ഇരട്ടിയാക്കി. 3x തന്മാത്ര ഉണ്ടെങ്കിൽ വ്യാപ്തം എത്രയായിരിക്കും? തന്മാത്ര 3 ഇരട്ടിയായി കൂട്ടിട്ടോ. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, തന്മാത്ര എക്സ് ആവുമ്പോൾ വ്യാപ്തം എത്ര? 10 ലിറ്റർ അല്ല, അതല്ലേ ചോദ്യത്തിൽ അവർ തന്നതല്ലേ? ആണ്. എക്സ് തന്മാത്രയാകുമ്പോൾ വ്യാപ്തത്രയാണ്? 10 ലിറ്റർ ആണ്. എക്സിന് പകരം മക്കളെ ഇതിന്റെ 3 ഇരട്ടിയാക്കിയാണ്. 3x ആക്കി മാറ്റി. 3x എക്സിന് പകരം. അപ്പൊ എക്സിന് 3 ഇരട്ടിയാക്കിയെങ്കിൽ തന്മാത്രകളുടെ എണ്ണം 3 ഇരട്ടിയായാൽ വ്യാപ്തവും മക്കളെ 3 ഇരട്ടിയാവും അല്ലേ? കാരണം തന്മാത്രയുടെ എണ്ണവും വ്യാപ്തവും നേർ അനുപാതത്തിലല്ലേ അവഗാഡ്രോ നിയമപ്രകാരം. അപ്പൊ തന്മാത്രയുടെ എണ്ണം 3 ഇരട്ടിയാക്കിയോ എങ്കിൽ വ്യാപ്തവും 3 ഇരട്ടിയാവും. 10 ലിറ്ററിന് പകരം 10 × 3 എത്ര വരൂടാ? 30 ലിറ്റർ. അവിടെ ലിറ്റർ അല്ലേ? ഇവിടെയും 30 അല്ലേ? ഓക്കെ, ഇവിടെയും ലിറ്റർ കൊടുത്തു. അപ്പോൾ അവഗാഡ്രോ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ തരട്ടാ. എക്സ് വെച്ച് തന്മാത്ര എണ്ണം എക്സ് ആണ്. അപ്പോൾ വ്യാപ്തം ഇങ്ങനെ മാറ്റി കൊടുക്കും. വ്യാപ്തം ഇങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ തന്മാത്ര എണ്ണം എങ്ങനെ മാറ്റം വരിക എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇതേപോലെ തന്മാത്ര എണ്ണം മാറ്റി തരും. അപ്പോൾ വ്യാപ്തം എത്രയാവും എന്ന് ചോദിക്കും. വളരെ സിമ്പിൾ ആണ്. അവഗാഡ്രോ നിയമം തെറ്റിക്കരുത് കേട്ടോ. ഇതിന് അടുത്ത ചോദ്യത്തിലേക്ക് കേട്ടോ. CO2 ഒരു വാതകമാണ്. CO2 കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത SO2 സൾഫർ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങൾ STPയിൽ സ്ഥിതി ചെയ്യുന്നു. ഇവയുടെ വ്യാപ്തം 112 ലിറ്റർ ആണ് മക്കളെ. 112. STP എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് 22.4 ഓർമ്മ വരണം അല്ലേ? കാരണം എന്താ? STPയിൽ ഒരു മോള് ഏത് വാതകത്തിന്റെ വ്യാപ്തം എത്രയാണ്? 22.4 ആണ്. അപ്പൊ ഇവര് STPയിലെ വ്യാപ്തം എന്ന് പറഞ്ഞ് 112 തന്നാൽ ഉടനെ നിങ്ങൾ ആ 112നെ 22.4 കൊണ്ട് ഹരിക്കുക. ഈ 112നെ 22.4 ഹരിക്കുമ്പോൾ വലിയൊരു പ്രശ്നം നിങ്ങൾ കാണുകയും ചെയ്ത് മക്കളെ. അതെന്താ അറിയോ? വളരെ സിമ്പിൾ ആണ്. കാരണം നോക്കി, ഈ 22.4നെ 10 കൊണ്ട് ഗുണിച്ചെത്രയാവും? 22.4നെ 10 കൊണ്ട് ഗുണിച്ചെത്ര അവിടെ? 10 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്കൊരു പോയിന്റ് കണ്ട് ചാടിച്ചാൽ പോരെ അല്ലേ? 224 ആവും. ഈ 224ന്റെ പകുതി അല്ലടാ 112. 224ന്റെ പകുതിയല്ലേ 112 അല്ലേ? ആണ്. എന്ന് പറഞ്ഞാൽ 22.4നെ 5 കൊണ്ട് ഗുണിച്ചാലാണ് എത്ര കിട്ടുക? 112 കിട്ടുക. എന്ന് പറഞ്ഞാൽ 112 ഹരിക്കണം 22.4 എന്ന് പറഞ്ഞ ആൻസർ എത്രയാണ്? 5. അപ്പൊ ചോദ്യത്തിൽ 112 ലിറ്റർ STP എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് 5 മോള് എന്ന് ഓടിയെത്തണം കേട്ടോ. ഓക്കെ, ചോദ്യത്തിൽ നോക്കാം. STPയിൽ സ്ഥിതി ചെയ്യുന്ന 1 മോൾ വാതകത്തിന്റെ വ്യാപ്തത്ര മക്കളെ. STPയിൽ ഏത് വാതകമായാലും 1 മോളാണെങ്കിൽ അതിന്റെ STPയിലെ വ്യാപ്തം എത്രയാണ്? 22.4. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ 22.4. അടുത്തത് എങ്കിൽ 112 ലിറ്റർ CO2 അതിന്റെ മാസ് എത്രയാണ് മക്കളെ? എന്ത് കാണാൻ ചോദിച്ചാലും ആദ്യം പറ്റുമെങ്കിൽ മോള് കണ്ടുവെക്കുക കേട്ടോ. തന്മാത്രകളുടെ എണ്ണം തന്നിട്ട്, അല്ലെങ്കിൽ STPയിലെ വ്യാപ്തം തന്നിട്ട്, അല്ലെങ്കിൽ ഭാരം അഥവാ ഗ്രാമിലുള്ള മാസ് തന്നിട്ടൊക്കെ എന്ത് ചോദ്യം ചോദിച്ചാലും ആദ്യം എന്ത് കാണുക? മോള് കണ്ടുവെക്കുക. അപ്പൊ ഇവിടെ നമ്മൾ വേഗം, അതാണ് ആദ്യം നമ്മൾ മോള് കണ്ട്. 112 ലിറ്റർ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ വേഗം പോയിട്ട് എന്ത് കണ്ട്? മോള് കണ്ട്. 5 മോളിന്ന് കിട്ടി. അതുകൊണ്ട് ഇപ്പോൾ ഉപകാരം ഉണ്ടായി. എന്താ ഇവിടെ ചോദ്യം? 112 ലിറ്റർ ആണെങ്കിൽ ആ CO2ന്റെ മാസ് എത്ര? എടാ 5 മോളാണെങ്കിൽ ഭാരം അഥവാ മാസ് എങ്ങനെ കാണുക? മോളുകളുടെ എണ്ണം ഗുണിക്കണം മോളിക്കുലർ മാസ് അല്ലേ? മോള് 5 എന്ന് കിട്ടി. മോളിക്കുലർ മാസ് CO2ന്റെ 44 എന്ന് കിട്ടി. അപ്പോ മാസ് അഥവാ ഭാരം സമം മോളുകളുടെ എണ്ണം ഇൻറ്റു 5 ഇൻറ്റു അതിൻ്റെ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ്. മോളിക്കുലാർ മാസും മോളാർ മാസും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ? വലിയ വ്യത്യാസമില്ല. മോളിക്കുലാർ മാസ് 44 ആണെങ്കിൽ മോളാർ മാസ് എന്താവും? 44 ഗ്രാം ആവുന്നേ ഉള്ളൂ. ഒരു ഗ്രാം അവിടെ ആഡ് ചെയ്യും. ഗ്രാം എന്നൊരു യൂണിറ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ. മോളിക്കുലാർ മാസിനും മോളാർ മാസിനും ഒരേ വിലയാണ്, വില മാറ്റില്ല. പക്ഷെ മോളാർ മാസ് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? ഗ്രാമിൽ പറയുമ്പോഴാണ് മോളാർ മാസ്. അപ്പോൾ മോളുകളുടെ എണ്ണം 5 ഇൻറ്റു മോളാർ മാസ് 44 സമം നമുക്ക് 220 ഗ്രാം എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 112 ലിറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് 5 മോള് കിട്ടി. ആ മോളുകളുടെ എണ്ണം ഇൻറ്റു അതിന്റെ മോളാർ മാസ് ആണ് നമ്മൾ ഈ ചെയ്തത് കേട്ടോ. അടുത്തത് SO2വിലെ തന്മാത്രകളുടെ എണ്ണം കാണുക.
അവിടെ SO2-ന്റെ STP-യിലെ വ്യാപ്തം 112 തന്നില്ലേ? 112 ലിറ്റർ എന്ന് തന്നപ്പോൾ തന്നെ നമ്മൾ അതിന് എന്ത് കണ്ടെത്തി? മൂപ്പരെ മോളിന്റെ എണ്ണം കിട്ടി, 5 കിട്ടി. ആ മോളിന്റെ എണ്ണം 5 കിട്ടിയിട്ട് ഇപ്പം എന്താ കാണാൻ ചോദിച്ചത്? തന്മാത്ര എണ്ണം കാണാൻ. എടാ മോളുകളുടെ എണ്ണം 5 കിട്ടിക്കഴിഞ്ഞാൽ തന്മാത്ര എണ്ണം കാണാൻ 5 × N അല്ലേ? മോളുകളുടെ എണ്ണം ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്നാണ് ആൻസർ വരിക. ഓക്കെ, കാരണം SO2-ലെ മോളിന്റെ എണ്ണം 5 ആണെന്ന് ഓൾറെഡി കണ്ടു. മോളിന്റെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ തന്മാത്ര കാണാൻ 5 × N ചെയ്താൽ മതി. അങ്ങനെയാണ് അതിൻ്റെ ആൻസർ. സിമ്പിൾ ആണ് കേട്ടോ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക്. STP-യിൽ നടക്കുന്ന ഒരു രാസപ്രവർത്തനമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. മക്കളെ, ഈ ചാപ്റ്ററിൽ പുതിയതായിട്ട് സിലബസിൽ ആഡ് ചെയ്ത ഒരു ടോപ്പിക്കാണ് എന്താണ്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അഥവാ സമീകൃത സമവാക്യം തന്നിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇത് എല്ലാ പരീക്ഷയ്ക്കും, എല്ലാ ചാപ്റ്റർ സെക്കൻഡ് ടേം എക്സാമിലും മോഡൽ എക്സാമിലും പബ്ലിക് എക്സാമിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമീകരിച്ച സമവാക്യം തന്നിട്ടുള്ള ചോദ്യം ഉറപ്പിച്ചോളി. സോ ഒരിക്കലും തന്നെ അത് പഠിക്കാതെ കൃത്യമായി മനസ്സിലാക്കാതെ ആ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ ഒരു കാരണവശാലും പരീക്ഷ പോയത്. കാരണം ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, വെറുതെ ഒരു ചോദ്യമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ചോദിക്കും. അപ്പം അതുകൊണ്ട് സമീകരിച്ച അല്ലെങ്കിൽ സമീകൃത സമവാക്യം തന്നിട്ടുള്ള ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പാണ്. നമ്മൾ 1-2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കൃത്യമായി മനസ്സിലാക്കട്ട. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സമീകൃത സമവാക്യം തന്നിട്ടുണ്ട്. എന്താണ്? CH4 അഥവാ മീഥെയ്ൻ. CH4 ആരാണ്? മീഥെയ്ൻ പ്ലസ് O2 ഓക്സിജൻ gives CO2. CO2 എന്താണ്? കാർബൺ ഡയോക്സൈഡ് പ്ലസ് H2O അഥവാ ജലം അല്ലേ? അപ്പൊ ഇവിടെ മീഥെയ്ൻ വായുവിൽ കത്തുന്ന മീഥെയ്ന്റെ ജ്വലനത്തിന്റെ സമവാക്യമാണ്. മീഥെയ്നും ഓക്സിജനും തമ്മിൽ പ്രവർത്തിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ? എന്തൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡും H2O. ഇവിടെ ചോദ്യം എന്താണ്? 10 മോൾ ഓക്സിജനുമായി, എത്ര മോൾ ഓക്സിജൻ? 10 മോൾ ഓക്സിജനുമായി പ്രവർത്തിക്കാൻ എത്ര മോൾ മീഥെയ്ൻ വേണം? ആദ്യം നിങ്ങൾ ഇങ്ങനൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ, സമവാക്യം തന്നു കഴിഞ്ഞാൽ അതിന് മോള് വെച്ച് പറയാൻ നിങ്ങൾക്ക് അറിയണം. വളരെ സിമ്പിളാണ് മക്കളെ, വളരെ സിമ്പിളാണ്. മുന്നിലുള്ള നമ്പറാണ് മോളിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ CH4-ന്റെ മുമ്പിൽ വല്ല നമ്പറുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഇത് 1 മോൾ CH4 ആണ്. എത്രയാടാ? 1 മോൾ CH4 ആണ്. O2-ന്റെ മുമ്പിലുള്ള നമ്പർ എത്ര? 2 എന്ന് കണ്ടില്ലേ? അപ്പൊ ഇത് 2 മോൾ O2 ആണ്. ഇവ തമ്മിൽ പ്രവർത്തിച്ചാൽ CO2 എത്ര മോളാണ് ഉണ്ടാവുന്നത്? അതിന് മുമ്പിൽ നമ്പർ വല്ലതും ഉണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ 1 മോൾ CO2 ഉണ്ടാവുന്നത്. H2O-ന് മുമ്പിൽ എത്ര നമ്പർ ഉണ്ട്? 2 കണ്ടില്ലേ? അപ്പൊ H2O 2 മോൾ H2O ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഓൾറെഡി നമ്മുടെ ചോദ്യ പേപ്പറിൽ നമുക്ക് തന്നതാട്ടോ. ചോദ്യത്തിൽ നമുക്ക് ഈ ഒരു സമവാക്യം നമുക്ക് തന്നിട്ടുണ്ട്. ആ സമവാക്യത്തിലെ മുന്നിലുള്ള നമ്പറാണ് എന്തിന്റെ നമ്പർ? മോളുകളുടെ എണ്ണം. അപ്പൊ ഈ സമവാക്യ പ്രകാരം 1 മോൾ CH4 മീഥെയ്ൻ ആണ് പ്രവർത്തിക്കുന്നത്. 1 മോൾ CH4 പ്രവർത്തിക്കാൻ 2 മോൾ ഓക്സിജൻ വേണം. അങ്ങനെ 1 മോൾ CH4-ഉം 2 മോൾ ഓക്സിജനും പ്രവർത്തിച്ചാൽ 1 മോൾ CO2-ഉം 2 മോൾ H2O-യും ഉണ്ടാകുന്നു. ഓക്കെ ആണല്ലോ? ചോദ്യത്തിലേക്ക് വരികയാണേ. ഇവിടെ 10 മോൾ ഓക്സിജൻ എടുത്തു. ചോദ്യത്തിൽ 10 മോൾ. എടാ സമവാക്യത്തിൽ എത്രയേ ഉള്ളൂ? 2 മോൾ ഓക്സിജനേ ഉള്ളൂ. ഓക്സിജൻ അല്ലേ പറഞ്ഞത് 10 മോളിന്ന്? സമവാക്യത്തിൽ 2 മോളേ ഉള്ളൂ. 2 മോൾ ഓക്സിജന് പകരം എത്ര എടുത്തു? 10 മോൾ ഓക്സിജൻ എടുത്തു. എത്ര മോൾ എടുത്തു? 10 മോൾ ഓക്സിജൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ എത്ര മോൾ മീഥെയ്ൻ വേണം? 10 മോൾ ഓക്സിജനുമായി പ്രവർത്തിക്കാൻ എത്ര മോൾ മീഥെയ്ൻ വേണം? എടാ മീഥെയ്ൻ ഇവിടെ എത്രയുള്ളത്? 1 മോളാണ്. സമവാക്യത്തിൽ 1 മോൾ മീഥെയ്ൻ ആട്ടോ. ഇവിടെ 2 മോൾ ഓക്സിജനുമായി പ്രവർത്തിക്കാൻ 1 മോൾ മീഥെയ്ൻ ആണ് ആവശ്യമുള്ളത്. ഇവിടെ 2 മോളിന് പകരം എത്ര മോൾ ഓക്സിജൻ എടുത്തു? 10 മോൾ. എന്ന് പറഞ്ഞാൽ 2-നെ 5 കൊണ്ട് ഗുണിച്ചാലേ 10 കിട്ടുക. എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ഇരട്ടി കൂട്ടി അല്ലെ? 2 മോളിന് പകരം 5 ഇരട്ടി കൂട്ടിയിട്ട് 10 മോളാണ് എടുത്ത്. എന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എത്ര മോൾ മീഥെയ്ൻ വേണം എന്ന് പറഞ്ഞാൽ മീഥെയ്ൻ ഓൾറെഡി എത്രയാണുള്ളത്? അതിന് നിങ്ങൾ 5 കൊണ്ട് ഗുണിക്കുക, അതിന് നിങ്ങൾ 5 ഇരട്ടിയാക്കുക. മീഥെയ്ൻ 1 മോളല്ലേ മക്കളെ? മീഥെയ്ൻ 1 മോളല്ലേ? അതിന് 1-നെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 5 അല്ലേ? അപ്പൊ എത്ര മോൾ മീഥെയ്ൻ വേണം? 5 മോൾ മീഥെയ്ൻ വേണം. എന്താ നമ്മൾ ചെയ്തത്? ഓക്സിജനെ ഇവിടെ 5 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 10 കിട്ടിയത്. 2-നെ 5 കൊണ്ട് ഗുണിച്ചപ്പോഴല്ലേ 10 കിട്ടിയത്? 5 ഇരട്ടി അടുത്തത് അല്ലേ? അതേപോലെ അപ്പം നമ്മൾ എന്ത് ചെയ്തു? മീഥെയ്നും 5 ഇരട്ടിയാക്കി. മീഥെയ്ൻ 1 മോളാണ്, അത് 5 ഇരട്ടിയാക്കി 5 മോളായി മാറി. അടുത്തത് 64 ഗ്രാം മീഥെയ്ൻ പൂർണ്ണമായും ജ്വലിച്ചാൽ ലഭിക്കുന്ന CO2-ന്റെ മാസ്, വ്യാപ്തം എന്നിവ കാണുക. മക്കളെ ഇനി നമ്മൾ വെയിറ്റ് വെച്ച് നോക്കുകയാണ്. ഇവിടെ നോക്കുങ്ങള്, ഇവിടെ ഓരോന്നിൻ്റെയും CH4-ൻ്റെയും അതേപോലെ O2-ൻ്റെയും CO2-ൻ്റെയും
H2Oയുടെയും എല്ലാം കൃത്യമായ മോളിക്കുലർ മാസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്തിനാ നമുക്ക് മോളിക്കുലർ മാസ് തരുന്നത്? ഇവരുടെ ഭാരം അഥവാ മാസ് കാണാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഈ സമവാക്യത്തെ ഭാരമാക്കി ഒന്ന് മാറ്റി എഴുതട്ടാ. 1 മോള് CH4 മക്കളെ, 1 മോള് CH4. അപ്പൊ ഭാരം കാണാൻ മോളുകളുടെ എണ്ണം ഇൻറ്റു മോളിക്കുലർ മാസ് അല്ലേ. 1 മോളല്ലേ CH4 മോളിക്കുലർ മാസ് എത്രയാണ്? 16. അപ്പോൾ 1 × 16 എന്ന് പറഞ്ഞാൽ ഈ സമവാക്യ പ്രകാരം 16 ഗ്രാം CH4 ആണ് പ്രവർത്തിക്കുന്നത് അല്ലേ. ഇങ്ങനെ 16 കിട്ടിയത് 1 മോളാണ്. CH4 മോളിക്കുലർ മാസ് 16. അപ്പോൾ മോളുകളുടെ എണ്ണം ഇൻറ്റു മോളിക്കുലർ മാസ് ആണ് ഭാരം. പ്ലസ് O2. എത്ര മോൾ O2 ഉണ്ട് മക്കളെ ഇവിടെ റിയാക്ഷൻ ഈ സമവാക്യത്തിൽ? 2 മോൾ O2. O2ന്റെ മോളിക്കുലർ മാസ് എത്ര? 32. 2 × 32 എത്ര? 64 ഗ്രാം O2. 64 ഗ്രാം O2 ആണ് ഇവിടെ ഈ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. ഗീവ്സ്, ശ്രദ്ധിക്കണേ, 1 മോൾ CO2. അതുകൊണ്ട് 1 × 44 ഗ്രാം CO2 ആണ് ഉണ്ടാകുന്നത്. പ്ലസ് 2 മോൾ H2O. 2 × H മോളിക്കുലർ മാസ് 18 ആണ്. 2 × 18 എന്ന് പറഞ്ഞാൽ 36 ഗ്രാം H2O. മക്കളെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഈ സമവാക്യത്തെ മാസാക്കി ഭാരമാക്കി മാറ്റി എഴുതി. ചോദ്യത്തിലേക്ക് വരാം കേട്ടോ. ചോദ്യത്തിൽ എന്താ ചോദിക്കണേ? 64 ഗ്രാം മീഥേൻ. എത്ര മീഥേന്? 64 ഗ്രാം മീഥേൻ. മക്കളെ, സമവാക്യത്തിൽ 64 ഗ്രാം ആണോ മീഥേൻ ഉള്ളത്? എത്രയുടെ സമവാക്യത്തിൽ മീഥേൻ എത്ര ഗ്രാം ആണുള്ളത്? മീഥേൻ CH4 എത്രയേ ഉള്ളൂ? 16 ഗ്രാമേ ഉള്ളൂ. ആ 16 ഗ്രാമിന് പകരം ചോദ്യത്തിൽ എത്ര ഗ്രാം ചോദിച്ചു? 64. അപ്പൊ നമ്മളൊന്ന് അരിച്ചു നോക്കുക നമ്മൾ. അതായത് 1 മോളിന് പകരം എത്ര എടുത്തുകണെന്ന് അറിയാൻ തന്ന മാസ് 64 അല്ലേ. CH4 മോളിക്കുലർ മാസ് 16 എന്ന് പറഞ്ഞ 4. മക്കളെ ശ്രദ്ധിക്കണേ, അതായത് 1 മോൾ CH4 പകരം എത്ര മോൾ CH4 എടുത്തുകയാണ്? 64 ഗ്രാം മീഥേൻ എന്ന് പറഞ്ഞാൽ എത്ര മോൾ CH4? 4 മോള്. ഓക്കെ ആണോ? 1 മോളിന് പകരം 4 മോള് CH4 ആണ് 64 ഗ്രാം മീഥേൻ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നമ്മോട് ചോദിച്ചത്, അങ്ങനെ 4 മോള് മീഥേൻ പ്രവർത്തിച്ചാൽ കിട്ടുന്ന CO2 ഉണ്ടല്ലോ മക്കളെ, ഒന്ന് ശ്രദ്ധിക്കണേ. 1 മോൾ മീഥേനിന് പകരം 4 മോള് മീഥേൻ എടുത്താൽ 1 മോൾ CO2 പകരം എത്ര മോൾ CO2 ഉണ്ടാവും? എടാ, ഇവിടെ 1ന് പകരം 4 മോൾ എടുത്തു. അപ്പൊ ഇവിടെയും നമ്മൾ 4 കൊണ്ട് ഗുണിക്കണം. 1ന് പകരം 4 മോൾ CO2 ഉണ്ടാവില്ലേ. 1 മോൾ CH4 പ്രവർത്തിച്ചാൽ 1 മോൾ CO2 ഉണ്ടാവും. അപ്പൊ 2 മോൾ CH4 പ്രവർത്തിച്ചാൽ 2 മോൾ CO2 ഉണ്ടാവും. 3 മോൾ CH4 മീഥേൻ പ്രവർത്തിച്ചാൽ 3 മോൾ CO2 ഉണ്ടാവും. അപ്പൊ 4 മോൾ മീഥേൻ പ്രവർത്തിച്ചാൽ 4 മോൾ CO2 ഉണ്ടാവും. അതെന്ത് നമ്മൾ കണ്ടത്? നമ്മളെന്താ ചോദിച്ചത്? അങ്ങനെ ഉണ്ടാകുന്ന CO2ന്റെ മാസ്, വ്യാപ്തം എന്നിവ കാണുക. എടാ, നമുക്ക് മോള് കിട്ടി. എന്ത് കിട്ടി? എത്ര മോള്? 4 മോള് CO2 ഉണ്ടാവും നമുക്ക് കിട്ടിയല്ലോ. ആ മോള് വെച്ച് നമുക്ക് മാസ് കണ്ടൂടെ? എങ്ങനെ? മോളുകളുടെ എണ്ണം ഇൻറ്റു മോളിക്കുലാർ മാസ്. CO2 മോളിക്കുലാർ മാസ് 44 ആണ്. അപ്പൊ മോളുകളുടെ എണ്ണം 4 × 44. അപ്പൊ 16 176 ഗ്രാം എന്ന് നമുക്ക് മാസ് കിട്ടി. ഇനി വ്യാപ്തം. 1 മോൾ ഏത് വാതകത്തിന്റെയും STP വ്യാപ്തി എത്രയാണ്? 22.4 ആണ് അല്ലേ. അപ്പൊ 4 മോൾ എന്ന് പറയുമ്പോൾ 4 × 22.4 22.4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടൂടാ? 89.6 ലിറ്റർ. 89.6 ലിറ്റർ എന്ന് ഉത്തരം കിട്ടും. അപ്പൊ നമ്മൾ എല്ലാറ്റിലും മോള് കണ്ടുവച്ചിട്ടാണ് മാസ് കാണുന്നതും വ്യാപ്തം കാണുന്നതും തന്മാത്ര എണ്ണം കാണുന്നതും എല്ലാം നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ചോദ്യം നമ്മൾ ചെയ്യുക. കൃത്യമായി മനസ്സിലാക്കണേ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ക്ലാസ്സുകളൊക്കെ ഇനിയും നമ്മൾ ഈ പറഞ്ഞ പ്രീവിയസ് ആയിട്ടുള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക. ദെൻ അടുത്ത ചോദ്യം, ഒരു അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ വാതക കുമിളയുടെ വലുപ്പം വർദ്ധിക്കുന്നു. ഈ സാഹചര്യം ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിയമം പ്രസ്താവിക്കുക. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ അല്ലടാ. അതായത് നമ്മൾ പഠിച്ച ബോയിൽ നിയമത്തിന്റെ ഉദാഹരണമാണ്. ഒരു അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്ന വായു കുമിളയുടെ അല്ലെങ്കിൽ വാതക കുമിളയുടെ വലുപ്പം കൂടി വരുന്നു. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരുന്നു. മർദ്ദം കുറയുമ്പോൾ മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതമല്ലേ. മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടുന്നു. വ്യാപ്തം എന്ന് പറയുമ്പോൾ വലിപ്പം അല്ലേ. വലിപ്പം കൂടാണ്, വ്യാപ്തം കൂടാണ്. അപ്പോൾ എന്താണ്? ഏത് വാതക നിയമമാണത്? ബോയിൽ നിയമമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ പറയണം കേട്ടോ. കാരണം എന്തുകൊണ്ടാണ് വാതകങ്ങളുടെ വലിപ്പം കൂടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയേണ്ടതാണ്.
താഴ്ന്നും മുകളിലേക്ക് ഉയരും തോറും അന്തരീക്ഷ മർദ്ദം കുറയും. മർദ്ദം കുറയുമ്പോൾ ബോയിൽ നിയമപ്രകാരം വ്യാപ്തം കൂടും. എന്നിട്ട് ആ നിയമം പ്രസ്താവിക്കുക. ബോയിൽ നിയമം പ്രസ്താവിക്കുക. എല്ലാ നിയമവും പ്രസ്താവിക്കുക. അറിയണം ബോയിൽ നിയമത്തിൽ നമ്മൾ പറയാത്ത ആരെ പറ്റിയാണ്? താപനിലയെക്കുറിച്ച്. അപ്പോൾ തുടങ്ങുക. സ്ഥിര താപനിലയിൽ അല്ലെങ്കിൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്ന ആ നിയമം പ്രസ്താവിക്കട്ടെ. ഞാൻ അടുത്ത ചോദ്യം. CO2വിന്റെ ഒരു സാമ്പിളിൽ 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിൽ എന്താ തന്ന മക്കളെ? 176 ഗ്രാം CO2 എന്ന് ചോദ്യത്തിൽ തന്നു. ചോദ്യത്തിൽ ഭാരം അഥവാ മാസ് തന്നു. വേഗം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, എന്ത് തന്നാലും ഈ ഭാഗത്തു നിന്ന് ചാപ്റ്റർ എന്ത് തന്നാലും ആദ്യം പോയി മോളല്ല തന്നിട്ടുണ്ടെങ്കിൽ വേഗം പോയി മോള് കാണുക. നമുക്ക് തന്നിട്ടുള്ള മാസ് 176 ഗ്രാം ആണ്. CO2വിന്റെ മോളിക്കുലാർ മാസ് 44. വേഗം ഒന്ന് അങ്ങോട്ട് മോള് എണ്ണം കാണുക. തന്നിട്ടുള്ളത് 176. അപ്പോൾ മോളുകളുടെ എണ്ണം നമ്മൾ കാണുകയാണ്. മോളുകളുടെ എണ്ണം സമം തന്നിട്ടുള്ള മാസ് 176 ഡിവൈഡഡ് ബൈ അതിൻ്റെ മൊളാർ മാസ് 44. അപ്പോൾ എത്രയുടെ ആൻസർ കിട്ടും? നമുക്ക് 4 എന്ന ആൻസർ കിട്ടും. 4 മോൾ എന്ന ആൻസർ കിട്ടിയിട്ടാ. നമ്മൾ ചോദ്യത്തിലേക്ക് പോവാ. STPയിൽ ഈ സാമ്പിളിന്റെ വ്യാപ്തം എത്ര മക്കളെ? STPയിലെ വ്യാപ്തം കാണാൻ മോളിന്റെ എണ്ണം 4 എന്ന് കിട്ടിയില്ലേ? മോളുകളുടെ എണ്ണം ഗുണിക്കണം 22.4 ചെയ്താൽ പോരെ? 22.4 ചെയ്താൽ പോരെ? നമുക്ക് എത്ര ആൻസർ കിട്ടും? എത്ര ആൻസർ നേരത്തെ നമ്മൾ ചെയ്താണ്? 89.6 ലിറ്റർ എന്ന് കിട്ടിട്ടോ. അപ്പൊ ചോദ്യത്തിൽ നമുക്ക് തന്നത് ഗ്രാമിലുള്ള മാസായിരുന്നു. അതിനെ വേഗം നമ്മൾ മോള് കണ്ടെത്തി. മോള് കണ്ടാൽ എന്ത് ചോദിച്ചാൽ നമുക്ക് പറയാം. മോള് കണ്ടിട്ട് നമ്മളോട് ചോദിച്ചത് എന്താണ്? STPയിലെ വ്യാപ്തം കാണാനാണ്. അപ്പോൾ മോള് കണ്ണം ഗുണിക്കണം 22.4 അത്രയും ലിറ്റർ. നിങ്ങൾ ഈ ചാപ്റ്ററിൽ ചോദ്യം ചെയ്യും മക്കളെ, ഉത്തരത്തിൽ നിർബന്ധമായി യൂണിറ്റ് എഴുതേണ്ട 2 കാര്യങ്ങളാണ്. വ്യാപ്തം ചോദിച്ചാൽ നിർബന്ധമായിട്ടും യൂണിറ്റ് ലിറ്റർ എഴുതണം. STPയിലെ വ്യാപ്തം ചോദിച്ചാൽ. അതുപോലെ ഭാരം ചോദിച്ചു കഴിഞ്ഞാൽ, മാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരത്തിൽ നിർബന്ധമായും ഗ്രാം എഴുതണം. ഈ 2 എണ്ണത്തിൽ നിങ്ങൾ യൂണിറ്റ് എഴുതാതിരിക്കരുത്. ചിലപ്പോൾ ടീച്ചേഴ്സ് മാർക്ക് കൊടുക്കാൻ സാധ്യത കേട്ടോ. വേറെ ഒന്നും നിങ്ങൾ യൂണിറ്റ് എഴുതണ്ടല്ലോ. മോളുകളുടെ എണ്ണം കാണാൻ ചോദിച്ചാൽ യൂണിറ്റ് എഴുതണോ? ഇല്ല, അതൊരു എണ്ണമാണ്. തന്മാത്ര എണ്ണം കാണാൻ ചോദിച്ചാൽ നിങ്ങൾ യൂണിറ്റ് എഴുതണോ? വേണ്ട, അതൊരു എണ്ണമാണ്. ആറ്റങ്ങളുടെ എണ്ണം കാണാൻ ചോദിച്ചാൽ നിങ്ങൾ യൂണിറ്റ് എഴുതണോ? വേണ്ട, അതൊരു എണ്ണമാണ് അല്ലേ? അപ്പൊ എണ്ണത്തിന് നിങ്ങൾ യൂണിറ്റ് എഴുതേണ്ട ആവശ്യമില്ല. എണ്ണം അല്ലാത്തത് നമുക്ക് ഇവിടെ ചോദിക്കാറുള്ള എന്താണ്? ഒന്നുകിൽ മാസ്, അപ്പൊ അത് ഗ്രാം എന്ന യൂണിറ്റ് എഴുതണം. അല്ലെങ്കിൽ STPയിലെ വ്യാപ്തം, അത് ലിറ്റർ എന്ന യൂണിറ്റ് എഴുതണം കേട്ടോ. അടുത്തത്, ഇത്രയും അളവ് CO2 ലഭിക്കാൻ, എത്രയും അളവ് മക്കളെ? 4 മോളാട്ടാ. 176 ഗ്രാം എന്ന് പറഞ്ഞാൽ 4 മോള്. ഇത്രയും അളവ് CO2 ലഭിക്കാൻ എത്ര ഗ്രാം കാർബൺ ജ്വലിക്കണം? കാർബൺ കത്തിയാലാണ് എന്തുണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യത്തിൽ എന്ത് വേണം? ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ആ സമവാക്യം തരണം. എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആ സമവാക്യം ചോദ്യത്തിൽ നിർബന്ധമായിട്ടും തരേണ്ടതാണ്. അപ്പൊ ഇവിടെ ഈ ചോദ്യത്തിൽ ആ സമവാക്യം തന്നിട്ടില്ല, പക്ഷേ പബ്ലിക് എക്സാമിന് എന്തായാലും തരുട്ടോ. എന്താണ് സമവാക്യം മക്കളെ? കാർബണിന്റെ ജ്വലനം എന്ന് പറഞ്ഞാൽ, ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഓക്സിജനുമായി കൂടിച്ചേരല്ലേ? C+O2 gives CO2. കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന സമവാക്യം ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ സമവാക്യ പ്രകാരം നമ്മൾ ചോദിക്കണം എന്താ അറിയോ? ഈ സമവാക്യ പ്രകാരം ഇവിടെ 4 മോൾ CO2 ലഭിക്കണം. ഇത്രയും അളവ് എന്ന് പറഞ്ഞ മക്കൾ നമ്മൾ കണ്ടടാ, എത്ര മോള്? 4 മോള്. ഈ സമവാക്യത്തിൽ എത്ര മോൾ CO2 ഉള്ളത്? ഈ സമവാക്യത്തിൽ 1 മോൾ CO2 ഉള്ളത്. 1 മോൾ O2 അല്ലേ? 1 മോൾ കാർബൺ അല്ലേ പ്രവർത്തിക്കുന്നത്? അപ്പോൾ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിന് പകരം 4 മോള് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടണമെങ്കിൽ ഇവിടെയും നമ്മൾ 4 ഇരട്ടി എടുക്കണം മക്കളെ. കാർബണും 4 ഇരട്ടി എടുക്കണ്ടേ? അപ്പൊ കാർബണും 4 മോൾ എടുക്കണ്ടേ? കാർബണും 4 മോൾ എടുക്കണം അല്ലേ? അപ്പൊ ഇവിടെ അങ്ങോട്ട് ചോദിച്ചത് 4 മോൾ കാർബൺ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാടാ? അതിനിവിടെ കാർബണിന്റെ അറ്റോമിക് മാസ് എന്നിട്ടുണ്ട് 12 ആണ്. അത് 1 മോളിന്റെ ഭാരമാണല്ലോ. അപ്പൊ 4 മോൾ എന്ന് പറഞ്ഞാൽ 4 × 12 = 48 ഗ്രാം. എങ്ങനെ കിട്ടിയടാ? ഇവിടെ ഈ സമവാക്യ പ്രകാരം 1 മോൾ CO2 ആണ് ഉണ്ടാകുന്നത്. 1 മോൾ കാർബൺ പ്രവർത്തിക്കുമ്പോൾ കത്തുമ്പോൾ 1 മോൾ CO2 ഉണ്ടാവുന്നത്. എന്നാൽ നമ്മോട് ചോദിച്ചത് ഇത്രയും അളവ് CO2 അഥവാ 4 മോൾ CO2 ആണല്ലോ 176 ഗ്രാം എന്ന് പറഞ്ഞാൽ. ഈ 4 മോൾ CO2 കിട്ടാൻ എത്ര ഗ്രാം കാർബൺ വേണം? അപ്പോൾ ആദ്യം നമ്മൾ കണ്ടു 4 മോൾ CO2 എന്ന് പറഞ്ഞാൽ 4 മോൾ കാർബൺ വേണം. 4 മോൾ കാർബണിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ 4 × അതിന്റെ അറ്റോമിക് മാസ് ആണ് ഈ 12. കാർബണിന്റെ അറ്റോമിക് മാസ് ആണ് ഈ 12. 4 × 12 =
48 ഗ്രാം എന്ന് വരെയാണ്. അടുത്ത ചോദ്യം ഇതേപോലെ തന്നെ ഒരു സമീകരിച്ച അല്ലെങ്കിൽ ഒരു സമീകൃത സമവാക്യമാണ് തന്നിട്ടുള്ളത്. ജലത്തിന്റെ രൂപീകരണ സമവാക്യമാണ്. ജലം ഉണ്ടാകുന്ന പ്രക്രിയ എങ്ങനെയാ? ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് ജലം ഉണ്ടാകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മോള് വെച്ച് പറയാൻ അറിയില്ലേ? മുന്നിലുള്ള നമ്പർ വെച്ചിട്ടാണ് പറയാ. എത്ര മോൾ ഹൈഡ്രജൻ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ? 2 മോൾ ഹൈഡ്രജൻ. എത്ര മോൾ ഓക്സിജൻ? ഒറ്റ മുമ്പിൽ നമ്പർ ഉണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ 1 മോൾ ഓക്സിജനുമായി പ്രവർത്തിച്ച് എത്ര മോൾ ജലം ഉണ്ടാകുന്നു? 2 മോൾ ജലം ഉണ്ടാകുന്നു. ഇതാണ് ആ സമവാക്യത്തിലുള്ളത് കേട്ടോ. ചോദ്യത്തിലേക്ക് പോവാം. 36 ഗ്രാം ജലം ലഭിക്കാൻ ആവശ്യമായ, അപ്പോൾ ഇവിടെ പിന്നെ ഗ്രാം അഥവാ മാസ് വെച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ നമ്മൾ ഇവരെല്ലാവരും മാസിലേക്കൊന്ന് മാറ്റുക കേട്ടോ. അതായത് ഇവർ ഓരോന്നിൻ്റെയും മോളിക്കുലാർ മാസ് നിങ്ങൾക്ക് തരും. അതായത് ഞാൻ ഇവിടെ തരികയാണ് H2വിൻ്റെ മോളിക്കുലാർ മാസ് 2, O2വിൻ്റെ മോളിക്കുലാർ മാസ് 32, H2Oയുടെ മോളിക്കുലാർ മാസ് 18 എന്ന് ചോദ്യത്തിൽ തരൂ കേട്ടോ മക്കളെ. ഇനി ഞാൻ ഇതിനെ നേരത്തെ ചെയ്തതുപോലെ ഇതിനെന്ത് ചെയ്യാണ്? മാസിലേക്ക് മാറ്റി എഴുതട്ടെ, ഭാരത്തിലേക്ക് മാറ്റി എഴുതട്ടെ. എത്ര മോൾ H2 ഉണ്ടടാ? H2ന് മുമ്പിൽ എത്രയുണ്ട്? 2 എന്ന് കണ്ടില്ല? H2ന് മുമ്പിൽ 2 എന്ന് കണ്ടില്ലേ? അപ്പോൾ 2 മോൾ H2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു H2ന്റെ മോളിക്കുലാർ മാസ് 2 അല്ലേ? 2 × 2 എന്ന് പറഞ്ഞാൽ 4 ഗ്രാം H2 ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പ്ലസ് എത്ര മോൾ O2 ഉണ്ട്? 1 മോൾ O2. O2ന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 32. 1 × 32 എന്ന് പറഞ്ഞാൽ 32 ഗ്രാം O2 ആണ് പ്രവർത്തിക്കുന്നത്. ഗീവ്സ് എത്ര മോൾ H2 ഉണ്ട് മക്കളെ? 2 മോള്. 2 × H2ന്റെ മോളിക്കുലാർ മാസ് 18 അല്ലേ? 2 × 18 എത്രയാ? 36 ഗ്രാം H2O ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഈ സമവാക്യത്തെ ഇവരുടെ ഭാരത്തിലേക്ക് മാസിലേക്ക് മാറ്റി എഴുതിട്ടോ. ഈ സമവാക്യം നമ്മൾ എടുത്തിട്ടുണ്ട്, ചോദ്യ പേപ്പറിൽ തന്നിട്ടുണ്ട്. ചോദ്യം ഉണ്ട്, മോളിക്കുലാർ മാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുന്നിലുള്ള മോളുകളുടെ എണ്ണത്തെ മോളിക്കുലാർ മാസ് കൊണ്ട് ഗുണിച്ച് എഴുതി. അങ്ങനെ നമ്മൾ മാസാക്കി മാറ്റി എഴുതിയുള്ളൂ. ഈ ചോദ്യത്തിലേക്ക് പോവാം. 36 ഗ്രാം ജലം ലഭിക്കാൻ, 36 ഗ്രാം H2O ലഭിക്കാൻ ആവശ്യമായ O2 വാതകത്തിന്റെ മാസ്. ഇവിടെ നോക്കി മക്കളെ, ഇവിടെ ജലം എത്രയാണ്? നോക്കി നിങ്ങൾ കറക്റ്റ് ഈ സമവാക്യത്തിൽ തന്നെ 36 ഗ്രാം H2O ആണ്, ജലമാണ്. ആണോ അല്ലേ? 36 ഗ്രാം ജലം ലഭിക്കാൻ ആവശ്യമായ O2 വാതകം മക്കളെ 36 ഗ്രാം H2O. O2 എത്രയാണ്? ദാ കിട്ടിയിട്ടുണ്ട്, 32 ഗ്രാം O2. ആൻസർ കിട്ടി. 36 ഗ്രാം H2O ഉണ്ടാവാൻ 32 ഗ്രാം O2 ആണ് ആവശ്യം. ഓക്കെ, ഡയറക്റ്റ് ഇക്വേഷനുള്ള അതേ വെയിറ്റ് തന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. 36 ഗ്രാം ജലം ഉണ്ടാവാൻ 32 ഗ്രാം O2 വേണം. ആൻസർ കിട്ടി. അടുത്ത കേട്ടോ, STPയില് 22.4 ലിറ്റർ H2O മക്കളെ. 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മോളാടാ? 1 മോളല്ലേ? 1 മോളാണ്. ആവശ്യമായ H2 വാതകത്തിന്റെ വ്യാപ്തം ഇവിടെ നോക്കി. ഈ സമവാക്യത്തിൽ എത്ര മോൾ H2O ഉണ്ട്? ഈ സമവാക്യത്തിൽ 2 മോൾ H2O ഇല്ലേ? എന്നാൽ 2ന് പകരം 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 2 മോൾ ഉണ്ടോ? ഇല്ല. അപ്പൊ 2 മോളിന് പകരം 1 മോളെ എടുത്തിട്ടുള്ളൂ. 1 മോൾ H2O കാര്യം പറയണ മക്കളെ. 2 മോളാണ് ഇക്വേഷനിൽ തന്നിട്ടുള്ളത്, എന്നാൽ 1 മോളിന്റെ കാര്യം ചോദിക്കുന്നുള്ളൂ. എന്നിട്ട് തന്നിട്ട് എന്താ ചോദിക്കണത്? അങ്ങനെയാണെങ്കിൽ H2 വാതകത്തിന്റെ വ്യാപ്തം മക്കളെ. H2 ഇവിടെ 2 മോളില്ലേ? H2 2 മോളില്ലേ? H2O 1 മോളാക്കി കുറച്ചെങ്കിൽ H2ഉം എത്ര മോളായി കുറയും? 1 മോളായി കുറയില്ലേ? അപ്പോൾ 1 മോള് H2 വാതകത്തിന്റെ വ്യാപ്തം എത്രയാടാ? 1 മോൾ H2 എന്നല്ല, 1 മോള് ഏത് വാതകത്തിന്റെ വ്യാപ്തവും എത്രയാണ്? 22.4 ആണ്. 22.4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് മോള് നോക്കിട്ടോ. ഇവിടെ 2 വെച്ചിട്ട് 2 × 22.4 എഴുതാൻ പാടില്ല. കാരണം 2 മോൾ H2 ഇല്ല, 1 മോൾ H2 ഉള്ളൂ. അത് എങ്ങനെ മനസ്സിലായി? കാരണം ഇവിടെ ജലം 22.4 ലിറ്റർ എടുത്തിട്ടുള്ളൂ, 1 മോളാക്കി കുറച്ചിക്കണ്. അപ്പോൾ ഹൈഡ്രജൻ നമ്മൾ 1 മോളാക്കി കുറച്ചു, അതിന്റെ വ്യാപ്താണ് 22.4 കേട്ടോ. നെക്സ്റ്റ്, 4 ഗ്രാം ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ ഈ ഹൈഡ്രജനുമായി പൂർണ്ണമായും പ്രവർത്തിക്കാൻ എത്ര ഗ്രാം O2? എടാ നോക്കി, ഈ സമവാക്യത്തിൽ എത്ര ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്? സമവാക്യത്തിലും 4 ഗ്രാം ഹൈഡ്രജൻ ആണ്. ഓക്കെ, സമവാക്യത്തിൽ അതേ ഭാരമാണ് തന്നിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതുമായി പ്രവർത്തിക്കാൻ എത്ര ഗ്രാം O2? സമവാക്യത്തിൽ എത്ര ഗ്രാം O2 എടാ? 32 ഗ്രാം O2. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ നേരെ ഇതിനങ്ങട്ട് ഭാരമാക്കി മാസാക്കി മാറ്റി എഴുതപ്പോൾ അതിൽ തന്നെ കറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ മോളിനെ മാസാക്കി മാറ്റി എഴുതാൻ അറിയുമെങ്കിൽ ഈ ചോദ്യത്തിനൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അറിയുമെങ്കിൽ എന്ന് പറഞ്ഞാൽ മോളിൻ്റെ എണ്ണത്തെ മോളിക്കുലാർ മാസ് കൊണ്ട് ഗുണിച്ച് എഴുതിയാണിത്.
വേറെ ഒന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളാണ്. ഇതൊരു വലിയ പ്രശ്നമായി നിങ്ങൾ കാണുകയേ ചെയ്യരുത്. സിമ്പിൾ ചാപ്റ്ററാണ്. പരമാവധി ചോദ്യങ്ങൾ ചെയ്തു നോക്കുക. ഇതിൻ്റെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു നോക്കുക. സംശയങ്ങളിലൊക്കെ ക്ലാസ് കേട്ട് തീർക്കുക. ഇത് ഇപ്പോൾ SCERT പുറത്തിറക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. കൂടാതെ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്. അതെല്ലാം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ച് നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങളെ കൊണ്ടൊക്കെ കഴിയും. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നോക്കി നിങ്ങൾ ബി കോളത്തിൽ എല്ലാവരെയും മാസാണ് തന്നിട്ടുള്ളത്, മാസ്. അപ്പോൾ ഇവിടെയുള്ള NH3 അതേപോലെ H2 CO2 ഇതിനൊക്കെ മോളിക്കുലർ മാസ് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ മോളിക്കുലർ മാസ് ഇവിടെ തരിക കേട്ടോ. NH3യുടെ മോളിക്കുലാർ മാസ് 17 ആണ്. ഓക്കെ, ഇത് ചോദ്യത്തിൽ ഉണ്ടാവും കേട്ടോ. H2വിൻ്റെ മോളിക്കുലാർ മാസ് 2 ആണ്. CO2വിൻ്റെ മോളിക്കുലാർ മാസ് 44 ആണ്. ഓക്കെ, ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരാം മക്കളെ. 6.022 ഗുണിക്കണം 10⁻23 എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മോളാണ് എന്നുള്ളത് ഓർമ്മയിലേക്ക് വരണം. 6.022 ഗുണിക്കണം 10⁻23 പറഞ്ഞാൽ എത്രയാടാ? ഒരു മോളല്ലേ? ഒരു മോൾ ഏത് വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണവും എത്രയാണ്? 6.022 ഗുണിക്കണം 10⁻23 ആണ്. ഓക്കെ, അപ്പോൾ ഒരു മോൾ NH3 എന്നുള്ളതിന് ഉദ്ദേശം 6.022 ഗുണിക്കണം 10⁻23 NH3 എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരു മോൾ NH3. ഒരു മോൾ NH3യുടെ ഭാരം എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു ഇതിൻ്റെ മോളിക്കുലർ മാസ് ഗുണിച്ചാൽ പോരെ. NH3 മോളിക്കുലർ മാസ് 17 അല്ലേ? അപ്പോൾ 1 ഇൻറ്റു 17 എന്ന് പറഞ്ഞാൽ 17 ഗ്രാം ഇവിടെ ഉണ്ട്. ഇത് കറക്റ്റ്, ഇതാണ് A3 ആണ്. നെക്സ്റ്റ് 22.4 ലിറ്റർ. 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മോളല്ലേ? ഒരു മോൾ H2 എന്ന് പറഞ്ഞതിന് പകരം 22.4 ലിറ്റർ H2 STP എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മോൾ H2ന്റെ ഭാരം എത്ര? 1 ഇൻറ്റു H2ന്റെ മോളിക്കുലർ മാസ് 2. 1 ഇൻറ്റു 2 എത്ര? 2. ഇവിടെ ഉണ്ട് ആള്. ഓക്കെ, അടുത്ത കറക്റ്റ് മോളിന് തന്നു ഒരു മോൾ CO2. ഒരു മോൾ CO2ന്റെ ഭാരം എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു അതിൻ്റെ മോളിക്കുലർ മാസ് അല്ലേ? CO2ന്റെ മോളിക്കുലർ മാസ് 44 ആണ്. 1 ഗുണിക്കണം 44 എന്ന് പറഞ്ഞാൽ 44. കറക്റ്റ് കിട്ടി. അതായത് A എന്നുള്ളത് 3 ആണ്, B എന്നുള്ളത് 1 ആണ്, C എന്നുള്ളത് 2 ആണ്. A എന്നുള്ളത് 3 ആണ്. ഓക്കെ, A എന്നുള്ളത് 3 അല്ലേ? B എത്രയാണ്? B എത്രയാടാ? B 1 ആണ്. C എത്രയാണ്? C 2 ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതാടാ? ഓപ്ഷൻ C അല്ലേ? A 3, B 1, C 2 ആ രൂപത്തിൽ വരുന്നു. ക്ലിയർ ആവണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം 1 ATM മർദ്ദത്തിൽ 10 ലിറ്റർ ആണ്. അപ്പോൾ ആദ്യത്തെ മർദ്ദം P1 ഒരു ATM ആണ്. ആദ്യത്തെ വ്യാപ്തം V1 10 ലിറ്റർ ആണ്. മർദ്ദം 5 ATM ആക്കി മക്കളെ. അഥവാ രണ്ടാമത്തെ മർദ്ദം P2 5 ATM. വ്യാപ്തം എത്രയായിരിക്കും? വളരെ സിമ്പിളാണെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇത് മനക്കണക്കായിട്ട് ചെയ്യാം. നോക്കി നിങ്ങൾ, അതായത് മർദ്ദം ഒരു ATMന് പകരം 5 ATM ആക്കിയില്ലേ? 5 ഇരട്ടിയാക്കിയില്ലേ? 5 കൊണ്ട് ഗുണിച്ചില്ലേ? 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഗുണിച്ചാലടാ ആണ്. അപ്പൊ മർദ്ദം 5 ഇരട്ടിയാക്കി കൂട്ടിയാൽ വ്യാപ്തം 5 ഇരട്ടിയായി, അല്ലെ 5 മടങ്ങ് കുറയണ്ടേ? അങ്ങനെയല്ലടാ, മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം വിപരീത അനുപാതമല്ലേ? അപ്പോൾ ഒന്ന് കൂട്ടുന്നതിനനുസരിച്ച് മറ്റേ കുറയണം. അപ്പോൾ 5 ഇരട്ടി കൂട്ടിയാൽ അപ്പുറത്താളോ 5 മടങ്ങ് കുറയും. ഇതിനെ 5 കൊണ്ട് ഗുണിച്ചു 5 ഇരട്ടിയാക്കി. അപ്പം മർദ്ദം എന്ത് ചെയ്യണം? 5 കൊണ്ട് ഹരിക്കണം. 10നെ 5 കൊണ്ട് ഹരിച്ചെത്ര? 2. അപ്പം ആൻസർ 2 ലിറ്റർ ആയിരിക്കും. അത് മനക്കണക്കായി ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ സംശയം ഉണ്ടോ? നമുക്ക് ഇക്വേഷൻ കൊടുക്കടാ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. P1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു V1 10 ഈസ് ഈക്വൽ ടു P2 5. V2 തന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? 1 ഇൻറ്റു 10. അവിടെ 5നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക കേട്ടോ. അവിടെ ഗുണിക്കണം എന്നുള്ള 5നെ കൊണ്ട് ഹരിക്കണം. 10/5 = V2 എന്ന് പറഞ്ഞാൽ V2 എത്ര? 10/5 എത്ര? 2 ലിറ്റർ. കറക്റ്റ് അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു അങ്ങനെ തന്നെ അല്ലേ? 10നെ 5 കൊണ്ട് ഹരിച്ച 2 കിട്ടും എന്ന് പറഞ്ഞില്ലേ? യെസ്. ഓക്കെ, ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന വാതക നിയമം അഥവാ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം പറയുന്ന വാതക നിയമം ഏതാടാ? ബോയിൽ നിയമം. ആ ബോയിൽ നിയമം പ്രസ്താവിക്കുകയാണ്. നിയമം മാത്രം എഴുതിയാൽ പോരാ കേട്ടോ. ബോയിൽ നിയമം എന്ന് എഴുതിയാൽ പോരാ ആൻസർ. ആ നിയമം പ്രസ്താവിക്കണം. എങ്ങനെ? സ്ഥിര താപനിലയിൽ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം ഇതിന്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഓക്കെ, വളരെ സിമ്പിളാണ്. അടുത്ത ചോദ്യം, ഒരു കാർബൺ ഡൈ ഓക്സൈഡ് സാമ്പിൾ. ഇപ്പോൾ CO2 കാർബൺ ഡൈ ഓക്സൈഡ് CO2 ട്ടാ.
അതിലെ 3.6022 ഗുണിക്കണം 10⁻23 തന്മാത്ര. എടാ 6.022 ഗുണിക്കണം 10⁻23 പറയുമ്പോൾ തന്നെ അത് 1 മോളല്ലേ. 6.022 ഗുണിക്കണം 10⁻23 എന്ന് പറഞ്ഞാൽ തന്നെ എത്രടാ? 1 മോൾ ഏത് വാതകം എടുത്താലും അതിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണമാണ് ആ എണ്ണം. ആണോ അല്ലേ? ആണ്. അതിൻ്റെ മുമ്പിൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോളിൻ്റെ എണ്ണല്ലേ. അപ്പൊ ഇവിടെ എടുത്ത് CO2 എത്ര മോളുണ്ട്? 3 മോളുണ്ട്. അതുകൊണ്ടാണ് 3 × Na എണ്ണം തന്മാത്ര ഉണ്ടായത്. അപ്പൊ നമുക്ക് ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നേരെ നമ്മളെ കണ്ണ് ഫോക്കസ് ചെയ്യുന്നത് ഈ 6.022 ഗുണിക്കണം 10⁻23 എന്ന നമ്പറിന് മുമ്പിലുള്ള 3ലേക്കാണ്. അഥവാ 3 മോൾ CO2 ആണ് എടുത്തിട്ടുള്ളത്. ഇനി ചോദ്യത്തിലേക്ക് വരാം. ഈ കാർബൺ ഡൈ ഓക്സൈഡ് സാമ്പിളിലുള്ള അത്രയും എണ്ണം തന്മാത്രകൾ അടങ്ങിയ അമോണിയയിൽ എത്ര മോളുണ്ട്? മക്കളെ, ഇതേ എണ്ണം തന്മാത്ര ഏത് വാതകം, അമോണിയ എന്നല്ല, ലോകത്തുള്ള ഏത് വാതകമാണെങ്കിലും ഇതേ എണ്ണം തന്മാത്ര കിട്ടണമെങ്കിൽ ഇതേ എണ്ണം മോളാവണ്ടേ? 10 മോള് ഏത് വാതകം എടുത്താലും 10 × ഈ എണ്ണമായിരിക്കൂലേ തന്മാത്ര ഉണ്ടാവുക. അപ്പോൾ ഇതേ എണ്ണ അമോണിയ തന്മാത്ര വേണമെന്നുണ്ടെങ്കിൽ അമോണിയയും 3 മോള്. എന്താ ഇത് വേറെ ചോദിക്കാൻ ഒന്നുമില്ല. 3 മോള് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താലും 3 മോൾ അമോണിയ എടുത്താലും തന്മാത്ര എണ്ണം തുല്യമായിരിക്കൂലേ? ആണ്. അതാണ് കേട്ടോ അടുത്തത്. എങ്കിൽ ആ അമോണിയയുടെ മാസ് കണ്ടെത്തുക. അമോണിയയുടെ മാസ് കാണാൻ നിങ്ങൾക്ക് അമോണിയയുടെ മോളിക്കുലർ മാസ് 17 തന്നിട്ടുണ്ട്. അപ്പോൾ 3 മോളല്ലേ മക്കളെ. അപ്പോൾ മാസ് എത്ര? 3 × മാസ് കാണാൻ മോള് എണ്ണം ഗുണിക്കണം മോളിക്കുലർ മാസ്. 3 × 17 സമം മാസാണ്. യൂണിറ്റ് ഗ്രാം എന്ന് എഴുതണം. 51 ഗ്രാം. അടുത്തത്, കാർബൺ ഡൈ ഓക്സൈഡ് സാമ്പിളിലുള്ള അത്രയും എണ്ണം മോളുകൾ അടങ്ങിയ അമോണിയയുടെ STPയിലെ വ്യാപ്തം എടാ നമുക്ക് മോള് കിട്ടി. മോളിൻ്റെ എണ്ണം 3 കിട്ടി. മോളിൻ്റെ എണ്ണം കിട്ടിയാൽ നമുക്ക് STPയിലെ വ്യാപ്തവും കാര്യങ്ങളൊക്കെ പറയാം അല്ലേ. ഇതേ എണ്ണം തന്മാത്ര എന്ന് പറയുമ്പോൾ 3 മോളാവണ്ടേ? ഓക്കെ, ആ 3 മോള് അമോണിയയുടെ STPയിലെ വ്യാപ്തം. മോളിൻ്റെ എണ്ണം 3 കിട്ടി. മോളിൻ്റെ എണ്ണം കിട്ടിയാൽ STPയിലെ വ്യാപ്തം കാണാൻ ആ മോളിൻ്റെ എണ്ണത്തെ 1 മോള് എന്ന് പറഞ്ഞാൽ 22.4 ആണല്ലേ. ആ 22.4 ഗുണിച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് ആൻസർ 67.2 ലിറ്റർ. മക്കളെ STPയിലെ വ്യാപ്തമാണ്. STPയിലെ വ്യാപ്തം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരത്തിൽ ലിറ്റർ എന്ന യൂണിറ്റ് നിർബന്ധമായിട്ടും എഴുതണം. മറക്കരുത്. നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതാനും കുറച്ച് ആൾക്കാരുണ്ട്. വേഗം ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് 1 മാർക്കെങ്കിലും, അല്ലെങ്കിൽ ഇതുവരെ അറിയാതിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പഠിച്ചിട്ട് മനസ്സിലാവാത്ത ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്കൂളിലെ ബാക്കിയുള്ള കൂട്ടുകാർക്ക് നിങ്ങൾ ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. ഒരു അമോണിയ സാമ്പിളിൻ്റെ STPയിലെ വ്യാപ്തം 2240 ലിറ്ററാണ്. 2240 ലിറ്ററാണ്. മക്കളെ, ഈ 2240 ലിറ്റർ STP എന്ന് പറയുമ്പോൾ വേഗം അപ്പം തന്നെ മോള് കണ്ടെക്കുക. എടാ 224 എന്ന് പറഞ്ഞാൽ 10 മോളല്ലേ. അതായത് 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 അല്ലേ. 1 മോൾ ഒരു വാതകത്തിൻ്റെ STPയിലെ വ്യാപ്തി 22.4 അല്ലേ. 22.4നെ 10 കൊണ്ട് ഗുണിച്ചാലല്ലേ 224 കിട്ടുക. 10 കൊണ്ട് ഗുണിച്ചാൽ അല്ലേ. 22.4നെ 100 കൊണ്ട് ഗുണിച്ചാലല്ലടാ ഒരു പോയിന്റ് കൂടി അപ്പുറം ചാടുക 2240 കിട്ടുക. അപ്പൊ 2240 എന്ന് പറഞ്ഞാൽ എത്ര മോളാ മക്കളെ? 100 മോളാണ്. 2240 ഹരിക്കണം 22.4 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയുടെ കിട്ടുക? 100 മോളാണ് കിട്ടുക. അപ്പൊ മോളിനെണ്ണം നമ്മൾ കണ്ടുവച്ചു. ഇനി ഈ അമോണിയ സാമ്പിളിലെ മോളുകെണ്ണം അതന്നെ നമ്മൾ കണ്ടത്. മോളുകെണ്ണം നമ്മൾ കണ്ടു അല്ലേ. തന്നിട്ടുള്ള വ്യാപ്തം ബൈ മോളാർ വ്യാപ്തം 22.4 സമം 100 മോൾ എന്ന് ഉത്തരം എഴുതുക. ദെൻ ഈ അമോണിയ സാമ്പിളിലെ തന്മാത്രകളുടെ എണ്ണത്തിന് തുല്യമായ, നേരത്തെ പറഞ്ഞ പോലെ എണ്ണം തുല്യമാവുമ്പോൾ മോളും തുല്യമാവണമല്ലോ. തന്മാത്ര എണ്ണം തുല്യമാവണമെങ്കിലും വ്യാപ്തം തുല്യമാവണമെങ്കിലൊക്കെ മോളും തുല്യമാവണ്ടടാ. തന്മാത്ര എണ്ണത്തിന് തുല്യമായ കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്ര എണ്ണം കാണുക. 100 മോള് എന്ന് പറഞ്ഞാൽ തന്മാത്ര എണ്ണം എത്രയടാ? 100 മോള് എന്ന് പറഞ്ഞാൽ തന്മാത്രകളുടെ എണ്ണം, മോളുകളുടെ എണ്ണം ഇൻറ്റു Na അല്ലേ. അപ്പൊ 100 × 6.022 ഗുണിക്കണം 10⁻23 എന്ന് ആൻസർ കിട്ടും. മോളുകളുടെ എണ്ണം 100 എന്ന് കിട്ടി. അതേ ഇൻറ്റു Na. അത്രയേ ഉള്ളൂ. അടുത്തത് 396 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാ അപ്പോൾ തന്നിട്ടുള്ളത് ഗിവൺ മാസാണ് മക്കളെ.
തന്നിട്ടുള്ള മാസ് 396 ഗ്രാം ആട്ടോ. അടങ്ങിയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മോളുകളുടെ എണ്ണം കാണുക. വളരെ സിമ്പിൾ അല്ലേ? നമുക്ക് ഒരു മാസ് തന്നിട്ടുണ്ടെങ്കിൽ മോള് എണ്ണം കാണാൻ ആ തന്നിട്ടുള്ള മാസിനെ ആ CO2 മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. CO2 മോളിക്കുലർ മാസ് പലതവണ പറഞ്ഞു. CO2 മോളിക്കുലർ മാസ് 44 ആണ്, ചോദ്യത്തിലും തരും. അപ്പോൾ 396 ഡിവൈഡഡ് ബൈ ഹരിക്കണം 44 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര കിട്ടും? 9 മോൾ എന്ന് കിട്ടും. തന്നിട്ടുള്ള മാസ് ബൈ അതിൻ്റെ മോളിക്കുലർ മാസ് 44 സമം 9 മോൾ എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഈ ചാപ്റ്റർ നിങ്ങൾ പ്രയാസമാണെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും മാറ്റിരുത്ത കുട്ടികളെ. ഏത് പ്രയാസമാണെങ്കിലും കുറച്ച് നിങ്ങൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചെയ്തു നോക്കിയാൽ ഇനിയും നമ്മൾ ഈ സ്റ്റഡി ടേബിൾ ചാനലിൽ ഇത്തരത്തിൽ കുറേ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുക. കെമിസ്ട്രിയിൽ കുറേ പാഠം, അതും ആദ്യ പാഠങ്ങളിലൊക്കെയാണ് അല്ലേ. ആദ്യത്തെ ഒരു 4 പാഠങ്ങളിലാണ് നമുക്ക് ഇത്രയും കണക്കുകൾ ചെയ്യാനൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ 5ഉം 6ഉം 7ഉം പാടൊക്കെ എന്താണ് നമുക്കിങ്ങനെ വായിച്ചു പഠിക്കാനുള്ള ചാപ്റ്ററുകളാണ്. അപ്പോൾ ഈ ആദ്യത്തെ 4 പാഠങ്ങൾ നിങ്ങൾ പരമാവധി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ചോദ്യങ്ങൾ ചെയ്തിട്ട് തന്നെ നിങ്ങൾ ക്ലിയർ ആക്കണം. പ്രയാസമാണെന്ന് കരുതി മാറ്റി നിർത്തിയാൽ നമുക്ക് നല്ല ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് എഴുതുന്നു. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വേഗം താഴെ ക്ലാസ്സിന് കഴിഞ്ഞ ഉടനെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അങ്ങോട്ട് രേഖപ്പെടുത്തിക്കോളി. എന്നിട്ട് നിങ്ങൾ അടുത്ത പണിക്ക് പോവുക. എന്തായാലും നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചു നിർത്തുന്നു. ഓക്കെ, താങ്ക് യു, ബൈ, ഹാവ് എ നൈസ് ഡേ.